സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുട്ടികൾക്കും മെഡിക്കൽ പരിശോധന നടത്താൻ തീരുമാനം. 2.5 വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം പുറത്തു വന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. അതേസമയം ശിശുക്ഷേമ സമിതി പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ശിശുക്ഷേമ സമിതിയിലെ 2 വയസ്സുള്ള കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച് ഉപദ്രവിച്ച ക്രൂരത പുറത്തു വന്നതിന് പിന്നാലെ മുൻ ജീവനക്കാർ ചില വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരുന്നു. സംഭവം രഹസ്യമായി വെച്ചതിലടക്കം സമിതിയിലെ ആയമാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും അടിയന്തര മെഡിക്കൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. പ്രത്യേക സംഘത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരും ഉണ്ടാകും. ഇവരുടെ കൗൺസിലിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡന വിവരം പുറത്തുവന്നാൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം. കൃത്യമായ ഇടവേളകളിൽ മോണിറ്ററിംഗ് സമിതിയെ കൊണ്ട് മിന്നൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയിൽ പുതുതായി നിയമിക്കുന്ന ആയമാരുടെ പശ്ചാത്തലമടക്കം പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രവർത്തനം വിലയിരുത്തും തീർച്ചയായിട്ടും. അതോടൊപ്പം പുതിയ ആളുകളെ നിയമിക്കുമ്പോഴും അവരുടെ ഒരു സൈക്കോ സോഷ്യൽ ഒരു അനാലിസിസ്, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒക്കെ എടുത്ത് പരിശോധിക്കണം എന്നുള്ളത് തന്നെ ആണ്. ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങൾ മുഴുവൻ പാർട്ടിക്കാരാണെന്നും ക്രിമിനലുകൾ ഉൾപ്പെടുന്ന സമിതിയെ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. അവിടെ നടത്തുന്ന അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്തിൽ. സംസ്ഥാനത്ത് ആകെയുള്ളത് 500ഓളം ശിശു പരിപാലന കേന്ദ്രങ്ങളാണ്. 24 തിരുവനന്തപുരം.